അങ്കമാലി കേരളത്തിൻ്റെ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ടൗണാണ്. അതിൻ്റെ ചരിത്രം വളരെ സമ്പന്നവും സമൃദ്ധവുമാണ്. ഈ പ്രദേശം പ്രാചീന കാലം മുതൽ വിവിധ സംസ്കാരങ്ങളും സാംസ്കാരിക ഇടവേളകളും ഉൾക്കൊണ്ടു വളർന്നു. എറണാകുളത്തെ ഒരു പ്രധാന നഗരമായതിനാൽ അങ്കമാലി ജാതി, മതം, ഭാഷ തുടങ്ങി സംസ്കാരത്തിൻ്റെ വൈവിധ്യം അനുഭവപ്പെടുന്ന സ്ഥലമാണ്. പ്രാചീന കാലത്ത് ഇത് ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായിരുന്നു. തൃപ്പൂണിത്തുറ, എറണാകുളം, കൊച്ചി എന്നീ പ്രദേശങ്ങളുമായി ഉണ്ടായിരുന്ന ബന്ധങ്ങളിലൂടെ വ്യാപാരങ്ങൾ നടത്തിയിരുന്നു. മലബാർ തീരത്തെയും മറ്റ് പല കേന്ദ്രങ്ങളിലെയും വ്യാപാരികൾ ഈ മേഖലയിലൂടെ കടന്നു പോകുകയുണ്ടായിരുന്നു. അങ്കമാലിയിലേറെ പുരാതന ക്ഷേത്രങ്ങളും മഠങ്ങളും നിലനിന്നിരുന്നു. ചാലക്കുടി, പുത്തൂർ, കോട്ടപ്പടി, പുല്ലൂർ എന്നിവയിലൂടെ വൈവിധ്യഭരിതമായ ഒരു സാംസ്കാരിക അന്തരീക്ഷം ഈ പ്രദേശം പങ്കുവയ്ക്കുന്നു. അങ്കമാലി കൊച്ചിയുടെ വാണിജ്യത്തിൻ്റെ ഭാഗമായിരുന്നുവെന്ന് പറയാം. പുരാതന കാലത്ത് ഇവിടെ പാത്രങ്ങൾ, പടിപ്പാട് എന്നിവയുടെ വ്യാപാരം നടന്നിരുന്നു. വ്യാപാരങ്ങളുമായി ബന്ധപ്പെടുന്ന ചെറുകിട ഗ്രാമങ്ങളിൽ നിന്നുള്ള വസ്തുക്കൾ പ്രാദേശിക ജനകീയ ക്ഷേത്രങ്ങളിലേക്കുള്ള അവകാശികൾക്കിടയിലുള്ള ബന്ധങ്ങൾക്ക് വഴിതെളിച്ചു. ജനസാന്ദ്രത കൂടുതലുള്ള സ്ഥലമായിട്ടുള്ളതിനാൽ വ്യാപാരത്തിന് മതവിശ്വാസങ്ങളുടെ വ്യാപനം ആവശ്യമായിരുന്നു. അങ്കമാലിയുടെ സാംസ്കാരിക ജീവിതം ഒരു സമന്വയമാണ്. ഇവിടെ അനേകം കലാരൂപങ്ങൾ വികസിച്ചു. പ്രത്യേകിച്ചും കഥകളി, മുതിയാച്ചു, ഓട്ടംതുള്ളൽ, നാട്ടുവീണ, മേടം, കലർപ്പാട്ട് തുടങ്ങിയ കലാരൂപങ്ങൾ ഈ പ്രദേശത്തിൻ്റെ അടിയുറപ്പുകളായിരുന്നു. ചാരുദർശനങ്ങളുള്ള വിനോദങ്ങളും ചെമ്പക്കാഴ്ചകളും കാവേരിയും അങ്കമാലിയെ വർത്തമാന കാലങ്ങളിലായി കൂടുതൽ പ്രസിദ്ധമായ സ്ഥലങ്ങളാക്കി മാറ്റി. 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ അങ്കമാലി വലിയ പുരോഗതി കാണാൻ തുടങ്ങി. കൊച്ചി രാജവംശത്തിൻ്റെ ഭരണത്തിൽ ഇത് വലിയ പങ്കുവഹിച്ചു. റോഡുകൾ, കെട്ടിടങ്ങൾ, പുതിയ ക്ഷേത്രങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ വികസനം ഈ കാലഘട്ടത്തിൽ ആരംഭിച്ചു. വ്യാപാരമായും സാമൂഹികമായും ഈ പ്രദേശം വളർന്നുവന്നു. അങ്കമാലിയിലുള്ള ജനസാന്ദ്രതയും നഗരവത്കരണവും വ്യാപാരങ്ങളിൽ നിന്നുള്ള നിരവധി പ്രതിഭാസങ്ങളും ഇന്നും തുടരുന്നു. ഗതാഗത സൗകര്യങ്ങൾ, സാങ്കേതിക പരിഷ്കാരങ്ങൾ, ഇ-കൊമേഴ്സ് വിപണി, വിദ്യാഭ്യാസം, ആരോഗ്യ, വിനോദരംഗങ്ങളിൽ നടന്ന പുരോഗതികൾ അങ്കമാലിയുടെ അദ്വിതീയമായ വളർച്ചയെ കൂടുതൽ ഉറപ്പു നൽകുന്നു. പ്രധാനമായും 2000 മുതൽ 2010 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ വലിയ ട്രാഫിക് ജംഗ്ഷനുകൾ, വീടുകൾ, വ്യാപാര സൗകര്യങ്ങൾ എന്നിവയുള്ള ഒരു കൂട്ടായ്മയായി മാറുകയായിരുന്നു. വ്യാപാരിക കേന്ദ്രങ്ങൾ എറണാകുളത്തു നിന്നുള്ള സമീപ പ്രദേശങ്ങളുമായി ബന്ധപ്പെടുത്തുന്ന സാങ്കേതിക വാണിജ്യ മേഖലയുടെ വൈവിധ്യവുമായുള്ള ബന്ധം അങ്കമാലിയെ ഒരു ശ്രദ്ധേയമായ മേഖലയാക്കി മാറ്റി. കേരളത്തിലെ പ്രധാന സംസ്ഥാന പാതയായ MC റോഡിൻ്റെ ഒരറ്റം അങ്കമാലിയിലാണെന്ന് പലർക്കും അറിയാമായിരിക്കും. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ്. ഇത് ദക്ഷിണ റെയിൽവേയുടെ തൃശൂർ-എറണാകുളം സബ് ഡിവിഷന്റെ ഭാഗമാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ ദിവസേന ആയിരക്കണക്കിന് യാത്രക്കാരെ കൈകാര്യം ചെയ്യുന്നു. കേരളത്തിൻ്റെ വാണിജ്യനഗരമായ കൊച്ചിയിലേക്കും ഉൽപാദന കേന്ദ്രമായ തൃശൂരിലേക്കും ദൈനംദിന യാത്രക്കാർ ഇവിടെ നിന്ന് സഞ്ചരിക്കുന്നു. ഈ സ്റ്റേഷനിൽ 3 പ്ലാറ്റ്ഫോമുകൾ, ടിക്കറ്റിംഗ് കൗണ്ടറുകൾ, വെയിറ്റിംഗ് റൂമുകൾ, ഫുഡ് സ്റ്റാളുകൾ, പകർച്ചവിമുക്ത ടോയ്ലറ്റുകൾ എന്നിവയടക്കം ആധുനിക സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. മലയാറ്റൂർ മലയിലേക്ക് പോകുന്ന ഭക്തർ ഈ സ്റ്റേഷനിലാണ് ട്രെയിൻ ഇറങ്ങാറുള്ളത്. അങ്കമാലി ബസ് സ്റ്റാൻഡ് എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ഗതാഗത കേന്ദ്രങ്ങളിൽ ഒന്നാണ്. അങ്കമാലി എന്ന നഗരം കേരളത്തിലെ പ്രധാന മെട്രോ നഗരങ്ങളിലേക്കും സംസ്ഥാനത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്കും അനായാസ യാത്രാ സൗകര്യം ലഭ്യമാക്കുന്ന ഒരു കേന്ദ്രമാണ്. നഗരത്തിലെ പ്രധാന റോഡുകളായ എറണാകുളം-തൃശൂർ ദേശീയപാതയ്ക്കും അങ്കമാലി-ആലുവ സംസ്ഥാന പാതയ്ക്കും സമീപത്താണ് ഇത്. ഈ സ്ഥാനം നഗരത്തിലെ ഗതാഗതത്തിനും വ്യാപാരത്തിനും അടിത്തറയാകും. ബസ് സ്റ്റാൻഡിൽ ദൈനംദിനം നൂറുകണക്കിന് യാത്രക്കാർ എത്തിച്ചേരും. ഇവിടേക്ക് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള KSRTC ബസ്സുകൾ സർവീസ് നടത്തുന്നു. ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സൗകര്യത്തിനു വേണ്ടി നിരവധി സംവിധാനങ്ങളുണ്ട്. സീറ്റിംഗ് ഏരിയ, ശുദ്ധജല വിതരണം, പൊതുമാലിന്യ നിക്ഷേപം, ടിക്കറ്റ് കൗണ്ടറുകൾ എന്നിവ വിന്യസിച്ചിരിക്കുന്നു.
സ്റ്റാൻഡിന് സമീപം ചെറിയ കടകളും ഭക്ഷണശാലകളും പ്രവർത്തിക്കുന്നുണ്ട്. ഇതുവഴി യാത്രക്കാർക്ക് ഇടവേളയ്ക്കിടെ ഭക്ഷണവും മറ്റ് ആവശ്യങ്ങളും ലഭിക്കുന്നു. ഇവിടെ നിന്നും അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും 2 കിലോമീറ്റർ ദൂരവും കൊച്ചി വിമാനത്താവളത്തിലേക്ക് 6 കിലോമീറ്റർ ദൂരവും മാത്രമാണ് ഉള്ളത്. ബസ് സ്റ്റാൻഡിൽ ദിവസവും അനുഭവിക്കുന്ന തിരക്ക് കാരണം ചില പരിസ്ഥിതി ചോദ്യങ്ങളും ഉയരുന്നുണ്ട്. മാലിന്യ സംസ്കരണത്തിലെ കുറവുകൾ, പാറിപ്പോവുന്ന തിരക്കു മൂലമുള്ള അപകട സാധ്യതകൾ എന്നിവ പരിഹരിക്കാൻ ശക്തമായ നടപടികൾ ആവശ്യമുണ്ട്. പാരമ്പര്യ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നതിന് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതുകൂടാതെ ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും അങ്കമാലിയിലുണ്ട്. റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സ്റ്റാൻഡ് വ്യാപാരവും വിനോദസഞ്ചാരവുമടക്കം വിവിധ ആവശ്യങ്ങൾക്ക് ഉപകരിക്കുന്നു. അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് വാണിജ്യാവശ്യങ്ങൾക്കായി എത്തുന്നവരും വിദ്യാർത്ഥികളുമാണ് കൂടുതലായും ഇവിടെ വരാറുള്ളത്. സ്റ്റാൻഡിനോട് ചേർന്ന് നിരവധി കടകളും ഭക്ഷണശാലകളും സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് യാത്രികർക്ക് ആവശ്യമായ സേവനങ്ങളും ലഭ്യമാണ്. അങ്കമാലി പട്ടണത്തിൻ്റെ ഗതാഗത സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ പ്രാധാന്യം ഉയർത്തുന്നു. അങ്കമാലിയിലെ സെന്റ് ജോർജ് സീറോ മലബാർ കത്തോലിക്ക ബസിലിക്ക കേരളത്തിലെ ചരിത്രപരമായും സാംസ്കാരികമായും പ്രസിദ്ധമായ ഒരു ആരാധനാലയമാണ്. ക്രൈസ്തവ വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമായ ഈ ബസിലിക്ക ഇന്ത്യയിലെ സീറോ മലബാർ സഭയുടെ പൈതൃകത്തിൻ്റെയും ആത്മീയതയുടെയും ചിഹ്നമായി നിലകൊള്ളുന്നു. അങ്കമാലിയിലെ ക്രൈസ്തവരുടെ ചരിത്രം ആദ്യകാല ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് കിടക്കുന്നു. സെന്റ് ജോർജ് പള്ളി ആദ്യം സ്ഥാപിതമായത് 400 വർഷങ്ങൾക്ക് മുൻപാണ്. 1570-ൽ പത്രോസ് സന്യാസി പള്ളി സ്ഥാപിച്ചതായാണ് രേഖാമൂലം അറിയുന്നത്. പിന്നീട് ഈ പള്ളി അമ്പലപ്പുഴയുടെ ആവേശം ഉൾക്കൊണ്ട് പുനർനിർമ്മിക്കുകയും 1900-ൽ അതിൻ്റെ വാസ്തുവിദ്യാഗതമായ രൂപം ഇന്ന് കാണുന്നതുപോലെ രൂപപ്പെടുത്തുകയും ചെയ്തു. ബസിലിക്കയുടെ ആധുനികതയോടൊപ്പം പരമ്പരാഗത കലാരൂപങ്ങളും അതിൻ്റെ ആകർഷണമാണ്. ഗോതിക് ശൈലിയിൽ പണികഴിപ്പിച്ച ബസിലിക്ക, അതിൻ്റെ ഉയർന്ന ഗോപുരങ്ങൾ, മനോഹരമായ സ്റ്റെയിൻ ഗ്ലാസ് കട്ടികൾ, കലാസമ്പന്നമായ അൾത്താര തുടങ്ങിയവ കൊണ്ട് പ്രശസ്തമാണ്. ബസിലിക്കയുടെ അകത്തളങ്ങൾ ആർച്ചുകളാൽ സുന്ദരമായി അലങ്കരിച്ചിരിക്കുന്നു. വിശുദ്ധ ജോർജിൻ്റെ പ്രതിമ അതിൻ്റെ മുഖ്യ ആകർഷണമാണ്. അങ്കമാലി പെരുന്നാൾ ഈ ബസിലിക്കയുടെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. എല്ലാ വർഷവും ഏപ്രിൽ മാസം നടന്നുവരുന്ന ഈ ഉത്സവം ആയിരക്കണക്കിന് വിശ്വാസികളെ ആകർഷിക്കുന്നു. ഇന്ത്യയിലുടനീളം നിന്നുള്ള തീർത്ഥാടകർ ഇവിടെ പ്രാർത്ഥനയ്ക്കായി എത്തുന്നു. വിശ്വാസവും ആശ്രയവും തേടി എത്തുന്നവരിൽ വിശ്വാസികളുടെ ഉള്ളം നിറയ്ക്കുന്ന അനുഭവം ബസിലിക്ക നൽകുന്നു. ഇന്ന് ബസിലിക്ക ഭക്തിപൂർണതയുടെ മാത്രം കേന്ദ്രമല്ല, അവിടെ വിവിധ സാമൂഹിക സേവന പദ്ധതികളും സജീവമാണ്. ദാരിദ്ര്യ പരിഹാരം, വിദ്യാഭ്യാസ സഹായം, ആരോഗ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ പള്ളി അതിൻ്റെ സേവനമര്യാദ പുലർത്തുന്നു. ആത്മീയതയും ചരിത്രവും ചേർന്ന ഈ സ്ഥലം സന്ദർശകരെയും തീർത്ഥാടകരെയും സമാനമായി ആകർഷിക്കുന്നു. സെന്റ് ഹോർമിസ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയം അങ്കമാലിയിലെ പ്രശസ്തമായ മറ്റൊരു ആരാധനാലയമാണ്. സീറോ മലബാർ സഭയുടെ പാരമ്പര്യവും കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആഴവും പ്രതിഫലിപ്പിക്കുന്ന ഈ ദേവാലയം അതിൻ്റെ ആധ്യാത്മികതയും ചരിത്രമൂല്യവും കൊണ്ട് അറിയപ്പെടുന്നു. വിശ്വാസികളുടെ ആത്മീയസ്ഥാനമായ ഇവിടം പ്രാർത്ഥനകൾക്കും ആരാധനാ ചടങ്ങുകൾക്കും സജീവമാണ്. പൊതുതിരുനാൾ, നോമ്പുദിവസങ്ങൾ, കുമ്പസാരങ്ങൾ, സാംസ്കാരിക ചടങ്ങുകൾ എന്നിവയ്ക്കും ദേവാലയം പ്രശസ്തമാണ്. വിശുദ്ധ ഹോർമിസിൻ്റെ മേൽനോട്ടത്തിലുള്ള ഈ ദേവാലയം പരിസര പ്രദേശങ്ങളിൽ നിന്നും അനേകം വിശ്വാസികളെയും തീർത്ഥാടകരെയും ആകർഷിക്കുന്നു. അങ്കമാലിയിൽ നിരവധി ബാങ്കുകളുടെ സേവനവും ലഭ്യമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, ICICI ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയവ ഇവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളാണ്. ഇത് ആവശ്യക്കാർക്ക് വിവിധ സേവനങ്ങൾ വഴി സഹായിക്കുന്നതിനൊപ്പം ATM, ഡിമാറ്റ് അക്കൗണ്ട്, വായ്പാ സേവനങ്ങൾ എന്നിവയിലൂടെ ജനങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കും സഹായം നൽകുന്നു. ബാങ്കുകൾ കൂടാതെ മൈക്രോ ഫിനാൻസ് എന്ന പുതിയ ദിശയിലേക്ക് കടക്കുന്ന പ്രാദേശിക വായ്പാ സ്ഥാപനങ്ങളും ഏറെയാണ്. ഇവ ചെറുകിട വ്യവസായികൾക്ക് പുത്തൻ അവസരങ്ങൾ നൽകുന്നു.
അങ്കമാലി വിദ്യാഭ്യാസത്തിൻ്റെ കാന്തിക കേന്ദ്രം എന്ന നിലയിൽ പ്രശസ്തമാണ്. ഇവിടെ ശ്രദ്ധേയമായ സ്കൂളുകളുടെ ഒരു ശൃംഖല തന്നെ നിലകൊള്ളുന്നു. ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂളും വിശ്വജ്യോതി CMA പബ്ലിക് സ്കൂളും ഇവിടെ വിദ്യാഭ്യാസത്തിന് പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിച്ച സ്ഥാപനങ്ങളാണ്. കായിക മികവിന് അടിത്തറയിടുന്ന വ്യായാമ സെന്ററുകൾ, കളിസ്ഥലങ്ങൾ, കലാപരമായ കഴിവുകൾ വളർത്തുന്ന സംഗീതവും നൃത്തവുമായ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയെല്ലാം ഇവിടെ സജ്ജമാണ്. ഇതുകൂടാതെ ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന പേരിലുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനവുമുണ്ട്. ആധുനിക ക്ലാസ് റൂമുകൾ, ഡിജിറ്റൽ പഠന സൗകര്യങ്ങൾ, സയൻസ് ലാബുകൾ, സമ്പന്നമായ ലൈബ്രറികൾ തുടങ്ങി ഒരു മികച്ച വിദ്യാഭ്യാസ സമ്പ്രദായം വളർത്തിയെടുക്കാനുള്ള കഴിവ് അങ്കമാലിക്കുണ്ട്. അങ്കമാലി പുതിയ തലമുറയുടെ മനോഹരമായ ഒരു നഗരമായി മാറിയപ്പോൾ സിനിമാ തിയേറ്ററുകളും ഷോപ്പിംഗ് മാളുകളും പ്രധാനപ്പെട്ട വിനോദ കേന്ദ്രങ്ങളാണ്. കരിയാട് ഭാഗത്തുള്ള മൈ സിനിമാസും KSRTC ബസ് സ്റ്റാൻഡിലുള്ള കാർണിവൽ സിനിമാസും ഇവിടെയുള്ളവർ പോകുന്ന പ്രധാന സിനിമാ ഹാളുകളാണ്. മികച്ച തിയേറ്റർ അനുഭവം, ആധുനിക സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ ഈ തിയേറ്ററുകൾ പ്രദാനം ചെയ്യുന്നു. ഇവിടെ സിനിമ കാണാനും അവധികൾ ആഘോഷിക്കാനും കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, കൂട്ടുകാർ തുടങ്ങി ധാരാളം പേർ എത്തിച്ചേരാറുണ്ട്. അങ്കമാലിയിൽ വലിയ മാളുകളൊന്നും നിലവിലില്ലെങ്കിലും ധാരാളം ചെറുതും വലുതുമായ ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട്. ഇവ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ, ആധുനിക ഫാഷൻ വസ്ത്രങ്ങൾ, ഹൈടെക് ഗാഡ്ജറ്റ്സ് എന്നിവ വാങ്ങുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നു. കൂടാതെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഗുണമേന്മയുള്ള റെസ്റ്റോറൻറ്റുകളും ഇവിടെ കാണാൻ സാധിക്കും. കൊച്ചി നഗരം അടുത്തായതുകൊണ്ട് തന്നെ വലിയ മാളുകൾ സന്ദർശിക്കേണ്ടവർ അവിടേക്ക് പോകാറാണ് പതിവ്. ദൂരെ നിന്നും ദിവസവും ജോലിക്ക് വരുന്നവർ ഉച്ചഭക്ഷണത്തിന് ചെറുകിട ഹോട്ടലുകളെയും ആശ്രയിക്കുന്നു. അങ്കമാലിയിലെ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി ഒരു പ്രമുഖ ആരോഗ്യ സേവന കേന്ദ്രമാണ്. 1936 ആരംഭിച്ച ഈ ആശുപത്രി സീറോ മലബാർ കത്തോലിക്ക സഭയുടെ ഉടമസ്ഥതയിലാണ്. അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും നിരവധി വിദഗ്ധ ഡിപ്പാർട്ട്മെന്റുകളും ഇവിടെ ലഭ്യമാണ്. ക്യാൻസർ ഗവേഷണവും പുനരധിവാസ പദ്ധതികളും ഉൾപ്പെടെ രോഗികൾക്കുള്ള സമഗ്രപരിചരണത്തിൽ ആശുപത്രി ശ്രദ്ധകേന്ദ്രമാണ്. ഇതുകൂടാതെ മുനിസിപ്പാലിറ്റി താലൂക്ക് ഹോസ്പിറ്റൽ, രാജഗിരി മെഡിക്കൽ സെന്റർ, KG ഹോസ്പിറ്റൽ എന്നിവയും ടൗണിനോട് ചേർന്നു തന്നെ നിലകൊള്ളുന്നു. ഇതുകൂടാതെ വളർത്തുമൃഗങ്ങൾക്കായുള്ള ഒരു സർക്കാർ മൃഗാശുപത്രിയും അങ്കമാലിയിൽ തന്നെയുണ്ട്. അങ്കമാലി ചരിത്ര പാരമ്പര്യവും ആധുനികതയും ചേർന്ന ഒരു നഗരമാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ താമസിക്കുന്നവരുടെ സൗഹൃദവും സാംസ്കാരികവുമായ ഐക്യവും നഗരത്തിൻ്റെ പ്രതിരൂപമാണ്. അതിൻ്റെ വേറിട്ട സ്വഭാവവും വൈവിധ്യങ്ങളുമായ ജീവിതം ഇന്നും ഭാവിയിലും അതിൻ്റെ മഹത്വം നിലനിർത്തും. ഒരേ സമയം ഒരു പഴമയും പുതുമയും സഞ്ചരിക്കുന്ന കുതിപ്പുള്ള ഒരു ജീവിത കേന്ദ്രമാണ് ഇത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.